ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വഴിയിറൈ എന്ന് പറഞ്ഞ മദ്രാസിയിലെ സെക്കൻഡ് സിംഗിളാണ് ഗൈസ്. ഇതൊരു റൊമാൻറ്റിക് സോങ് ആണ്. ആൻഡ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ശിവകാർത്തികേയൻ, രുക്മിണി, ബിജു മേനോൻ, വിദ്യുത് ജമാൽ ഇവരൊക്കെ ഉണ്ട്. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന AR മുരുകദോസും. ആൻഡ് ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിരുദ്ധു ആണ് ഗൈസ്. ലെറ്റ്സ് ലിസൺ. നമുക്ക് റൊമാൻറ്റിക് ട്രാക്ക് ഫ്രം അനിരുദ്ധ് കേട്ട് നോക്കാം. ആൻഡ് അനിരുദ്ധ് SK ഇസ് എ ഗുഡ് കോംബോ ഗൈസ്. ആൻഡ് മുരുകദോസും വരുന്നു. ഇറ്റ്സ് നൈസ്, ഗോയിങ് ടു ബി നൈസ്. നമ്മൾ ഫസ്റ്റ് പാട്ട് കേട്ടാണ്. ഫസ്റ്റ് പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു, ഒരു ചാറ്റ് ബസ്റ്റർ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പാട്ട് വെച്ച് റീൽസൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു കാണും. അപ്പം നമുക്ക് എന്തായാലും അടുത്ത സിംഗിൾ കേൾക്കാം ഗൈസ്. ദിസ് തവണ എനിക്ക് അനിരുദ്ധ് തന്നെയാണ് പാടിയിരിക്കുന്നത്. അതിന് ആരായിട്ട് പാടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ലിസൺ. 4 മിനിറ്റ് ഉണ്ട് കേട്ടോ, 4 മിനിറ്റ് 21. Hey. Ooh, nice. Different starting. അനിരുദ്ധ് തന്നെയാണ് ഗൈസ് പഠിക്കുന്നത്. ഏയ് SK. ഓ ഭയങ്കര മെലഡി ഈസി കേൾക്കാൻ. SK അനിരുദ്ധ് ഗൈസ് വിഷയം കോമ്പാണ്. വഴി റെയിൻ സെറ്റാ. പക്ഷെ ആ മനുഷ്യന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഗൈസ്. പണ്ട് വിജയൊക്കെ ഡാൻസ് ചെയ്യുന്നത്. സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തായിരുന്നു 2 സൈഡ് വെച്ച്. വേണ്ട ഓ ഇത് കൊള്ളാം. ഇത് സ്റ്റുഡിയോയിൽ ചെയ്യുന്നതാണ്. ഇതെങ്ങനെ എനിക്കറിയില്ല. രുക്മിണി ഇവര് ഭയങ്കര ലുക്കാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. നൈസ് ഗൈസ്. ഓ നൈസ്. പുള്ളിക്കാരൻ നൈസ് ഗൈസ്. സത്യം പറയാൻ ക്യൂട്ടാണ് രുക്മിണി. She's so pretty. എന്തിനാ Come Fall in Love in cinemas from September 5. മദ്രാസി. പാട്ട് അത്ര ഒരു മദ്രാസി വൈറൈ. കില്ലം പാട്ട്. കൊറിയോഗ്രഫി സതീഷ് കൃഷ്ണൻ. നൈസ് ഡാൻസ് ബ്രോ, നൈസ് കൊറിയോഗ്രഫി.
ആൻഡ് ഇത് ഇത്തിരി കിള്ളം പടമായിരിക്കും ഗൈസ്. ഞാൻ ഈ വർഷം ഇനി ലുക്ക് ചെയ്യുന്ന ഒരു പടമാണ് കൂലി. നമ്മളെ നിരാശപ്പെടുത്തില്ല. കൂലി തിയേറ്റർ എക്സ്പീരിയൻസ് ഓക്കെ ഗൈസ്, ബട്ട് അതൊരു OTT വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ആക്ച്വലി ദിസ് വിൽ ബി നൈസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മുരുകദോസിൻ്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു ഗൈസ് ഈ പടം. കാരണം SK അങ്ങനെ ഒരു ബാഡ് സ്ക്രിപ്റ്റിലേക്ക് പോകത്തില്ല. പുള്ളി ആകെ ചെയ്തൊരു ബാഡ് സ്ക്രിപ്റ്റ് എനിക്കൊന്ന് പ്രിൻസ് ആണെന്ന് തോന്നുന്നു. അത്രയും വർക്കാവാത്ത തിയേറ്ററിൽ. ബട്ട് അത് കഴിഞ്ഞ് വന്ന മാവീരനായിക്കോട്ടെ അമരനായിക്കോട്ടെ അത് 2 ഹിറ്റായിരുന്നു. ആൻഡ് ദിസ് വിൽ ബി അനദർ ഹിറ്റ് എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്ന പടമാണ് ഗൈസ്. ദിസ് വിൽ ബി നൈസ്. ആൻഡ് അതുപോലെ തന്നെ എന്തുവാ, ആൻഡ് രുക്മിണി ഗൈസ്, രുക്മിണിക്ക് ക്യൂട്ടാണ് ഗൈസ് ഈ പടത്തിൽ. പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ട് ഈ പടത്തിൽ. ആൻഡ് SK ഭയങ്കര എങ്ങായിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് ഈ സോങ്ങിൻ്റെ പ്രത്യേകം പ്രൊമോയിലെ ഷൂട്ട് ചെയ്തപ്പം പുള്ളിയും ഭയങ്കര ഇല്ല. ആൻഡ് ബോയ്സ് പ്രോ റിയലി മെൽസ് ദ സോങ്. ആ ടൂൺ ആൻഡ് പുള്ളിയുടെ വോയിസ് ഭയങ്കര കില്ല. ആൻഡ് അതുപോലെ തന്നെ പിന്നെന്താ, ഗൈസിൻ്റെ പാട്ടിൻ്റെ തുടക്കം ഒരു വ്യത്യാസമായിരുന്നു. സ്റ്റാർട്ടിങ് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് നൈസ്. ആൻഡ് പിന്നെന്താ പറയുന്നത്, ഐ എം വെയിറ്റിംഗ് ഫോർ ദ ട്രെയിലർ ഗൈസ്. എനിക്ക് തോന്നുന്നു 28-നോ 26-നോ അങ്ങാണ്ട് ട്രെയിലർ വരും ഗൈസ്. 27-ഓ 28-ഓ അങ്ങാണ്ട് സംതിങ് ടൈമിൽ ട്രെയിലർ വരും ഗൈസ്. ട്രെയിലർ ഐ എം വെയിറ്റിംഗ് ഗൈസ്. ഇതുപോലെ ഇനി ട്രെയിലർ എന്തുവാണെന്ന് കാണണം. കാരണം ഇതിൻ്റെ ടീസർ ആക്ച്വലി ഭയങ്കര കില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര റിയലിസ്റ്റിക്കലി ഷൂട്ട് ചെയ്ത പോലെ. റിയലിസ്റ്റിക് ആയിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു പുള്ളി എന്തോ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ട്രക്ക് വന്ന് കുറേ കാർ അടിച്ച് തെറിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഗൈസ്. അത് റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്തതാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ഇത് മദ്രാസിന്ന് എന്തുകൊണ്ട് പേരിട്ടേക്കുന്നതെന്നൊക്കെ എനിക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ടാ മനസ്സിലാകത്തുള്ളൂ. ട്രെയിലർ കണ്ടു നോക്കാം ഗൈസ്. ട്രെയിലർ ഡീകോഡ് ചെയ്യണം. നിങ്ങൾ എന്തായാലും അതും കൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നോക്കുക ഗൈസ്. ഇത് ജിംഗ്ലി മ്യൂസിക് കിടപ്പുണ്ട്. അവരുടെ ചാനലിൽ പോയി നോക്കിയത് ഈ ജിംഗ്ലി മ്യൂസിക് തമിഴിലാണ് ഫുൾ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഒരു ഇത് തോന്നിയെങ്കിൽ ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഓൺ ദാറ്റ് ആൾസോ. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി ലവ് ആക്ഷൻ പടമാണ് ഗൈസ്. ഇത് ലവിൽ നിന്ന് നമ്മൾ പണ്ട് മറ്റേ ഗജിനിയെ കണ്ടെങ്കിൽ അതുപോലത്തെ സംഭവമാണ്. എന്ന് വെച്ചാൽ കോർ എലമെൻറ്റ് ലവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ലവിൽ നിന്നായിരിക്കും ആക്ഷനിലേക്ക് പോകുന്നത്. ലവ് കാരണം ആക്ഷനിലേക്ക്. എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല. ബേസിക്കലി രുക്മിണിയും നല്ലൊരു ക്യാരക്ടർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. രുക്മിണി ജയിക്കുന്നതും അതിൻ്റെ പേരെന്തോ ഇറങ്ങിയ കേസ് എന്തോ വീഡിയോ സോങ്ങിനങ്ങനെ മറ്റേ സലംബല എന്ന് പറഞ്ഞ വീഡിയോ സോങ്ങിൻ്റെ അകത്ത് ലിറിക്കലിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് പുള്ളിക്കാരിയുടെ പേര്. ഞാൻ പേര് വന്നു. ബട്ട് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഇതും ഹിറ്റാവട്ടെ. ഇത് ഭയങ്കര നിലയിൽ ഭയങ്കര കില്ല. ലിറ്ററലി ഇത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആവും. ആൻഡ് ഇപ്പം തന്നെ 30K ലൈക്കും 2,59,000 വ്യൂസും ഉണ്ട്. ഇത് കേൾക്കാൻ എനിക്ക് രസമാണ്. ഇങ്ങനത്തെ പാട്ടൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യും കേസ്. എന്ത് വൈബാ. ആൻഡ് ഇതുപോലത്തെ ഞാൻ വേറൊന്നും കേട്ടായിരുന്നു. ഈ സെയിം ഇതേ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ് ഓടും കുതിര ചാടും കുതിരയ്ക്കകത്തുള്ളത്. അത് റിയാക്ട് ചെയ്യണോ? ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ റിയാക്ട് ചെയ്യാത്തത്. ഞാൻ ആ പാട്ട് വന്നപ്പോഴും കേട്ട്. ആൻഡ് നാളെ ലോകയുടെ ടീസറുണ്ട്. ട്രെയിലർ റിലീസാണ്. നമുക്ക് ട്രെയിലർ വരുവാണെങ്കിൽ അത് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വൈസ് വീഡിയോ ലെങ്ത് കൂടുന്ന. ബൈ ബൈ.